സമ്പത്ത് ചെലവാക്കണം, മാന്യമായി ജീവിക്കണം. അതോടുകൂടെ ഒരു വിഹിതം സ്വതക്കയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. കാരണം അതൊരു സേഫ്റ്റി ഡെപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റാണ്. ₹1 ഗൂഗിൾ പേയിലേക്ക് അയച്ചാൽ ക്രെഡിറ്റ് ആകൽ ₹1 ആണെങ്കിൽ ₹1 സദക്കയാണ് ചെയ്യുന്നത് എങ്കിൽ അത് 700 ആയിട്ടാണ് ക്രെഡിറ്റ് ആകുന്നത്. വീണ്ടും അതങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇന്നല്ലാഹു യുർബി സദഖാത്ത്. എന്തിനാ വളരാൻ കാരണം? കാരണം നമ്മളെ ഇവിടുത്തെ പൈസ ഇട്ട് സ്വർഗം വാങ്ങാൻ പോയാൽ കിട്ടൂല. മൗദിഉ ഖദമിൻ ഫിൽ ജന്ന, പാരഡൈസ് ലാൻഡ് ഫുഡ് വാല്യൂ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ഭൗതിക ലോകം മുഴുവനും ഒരാൾ നിശ്ചയിച്ചാൽ, ഈ ദുനിയാവ് മുഴുവൻ ഒരാൾ വില നിശ്ചയിച്ചാൽ എത്ര ഉണ്ടാവും? 5 മേച്ചർ. 1 ഗ്രാമിന് 4500 ലക്ഷം കോടി രൂപയാ വരാം. 1 ഗ്രാമിന് 4500 ലക്ഷം കോടി രൂപ ഉള്ള സ്വർണത്തിന് 16ാം സ്ഥാനം. ദി കോസ്റ്റ്ലി വൈൻ ഇൻ ദി വേൾഡ് എന്നടിച്ചു കൊടുത്താൽ 17 കോടിയുടെ മദ്യം ലോകത്തുണ്ട്. മദ്യം എന്ന് പറഞ്ഞാൽ നജസ. കാഷ്ടത്തേക്കാൾ മൂത്രത്തേക്കാൾ വടക്കായ നജസാണ് ഈ മദ്യം എന്ന് പറയുന്ന സംഭവം. ഒരാൾ കല്ലുകൊണ്ട് മനോരിച്ചാല് ആ മനോരിച്ച വ്യക്തിക്ക് നിസ്കരിക്കാം, കുഴപ്പമില്ല. അയാൾ ചുമന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ആ മുസ്തജ്മിറിന്റെ ആ മഹല്ലിൽ ഒരു അഹർ ബാക്കിയായതിന് വേണ്ടി നജസ് പറ്റിയവനെ ചുമന്ന് നിസ്കരിക്കൽ സഹിഹല്ല എന്നുള്ള നിലക്ക് അവിടെതാണ്. അപ്പൊ നിസ്കാരത്തിൽ പോലും ഈ ഒരു അഹറിന് അഫു ഉണ്ടെങ്കിൽ ഒരു കള്ള് കയ്യുമായ കല്ലുകൊണ്ട് വരുത്തിക്കാണ്ട് ഒരാൾ നിസ്കരിക്കാൻ പോയാൽ സഹിയാവൂല. എന്തേ? അത് കല്ലുകൊണ്ട് ശുദ്ധിയാവൂല. അപ്പൊ അങ്ങനെ അഥവാ കാഷ്ടത്തേക്കാൾ മൂത്രത്തിൽ കലക്കിയ കാഷ്ടത്തേക്കാൾ മാരകമാണ് മദ്യമെങ്കിൽ ആ മദ്യത്തിനാണ് ലോകത്തെ ഏറ്റവും വലിയ വില. 17 കോടി റുപ്യ ഒരു ഗ്ലാസ്. ഒരു കാപ്പി ഉണ്ടാക്കാൻ ₹2 ₹2 കാപ്പിപ്പൊടി ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കാം. എന്നാൽ ഐവറി കോഫി ഒരു കോഫി കിട്ടും, അതിന്റെ വില വെച്ച് നോക്കി കൊച്ചി കിട്ടും 4500 എന്നാ പ്രത്യേകത? ആനയെ കൊണ്ട് കാപ്പിക്കുരു തീറ്റിച്ച് ആ കാപ്പിക്കുരു ആന അത് അപ്പിയിട്ട് അതിന്റെ പിണ്ടത്തിൽ നിന്ന് പെറുക്കിയെടുത്ത കാപ്പി വറുത്ത് പൊടിച്ചാൽ 4500. താഹിറായ കാപ്പിക്ക് ₹2 ആണെങ്കിൽ മുതലജിസായ കാപ്പിക്ക് 4500. അതാണ് ദുന്യാവ്. അതുകൊണ്ടാണ് ദുന്യാവിന് ഒരു കൊതുകിന്റെ ചറ പോലും ഞാൻ കാണുന്നില്ല എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഈ ലോകത്ത് അങ്ങനെ പല സംഭവങ്ങളുണ്ട്. എന്തോ ആവട്ടെ, ഖൈറുൽ ലക മിനദ്, അതിനേക്കാൾ വലുതാണ് സ്വർഗത്തിലെ ഒരടിയെങ്കിലും. വിശാലമായ സ്വർഗ. നാള് എനിക്കൊരാള് ഒരു ഫോട്ടോ വിട്ടുവന്നു, സ്വർഗത്തിന്റെ വീടിന്റെ ഫോട്ടോ. ഒരു തെരീക്കത്തേറണ മൂപ്പരി കൂടാൻ വേണ്ടി പറഞ്ഞിട്ട് മൂപ്പര് എന്തോ സ്വപ്നം കണ്ടതാത്ര. അപ്പൊ ഫോട്ടോ എടുത്താണ് പറഞ്ഞു. ഈ സ്വപ്നത്തിൽ ബാങ്കിൽ പൈസ ഇട്ടാൽ ATM വെച്ചെടുക്കാൻ കഴിച്ചു. കവായിന്നല്ലാതെ ഓരോന്ന് പറയണം. അപ്പോ ഇങ്ങനത്തെ കള്ളത്തെരീക്കത്തേക്ക് അധികം ലേശം കിളി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിന്റെ സംഗതികൾ. അതതിന്റെ സംഭവമാണ്. അപ്പൊ എനിക്ക് വിട്ടു നിൽക്കണം സ്വർഗത്തിന്റെ വലിയൊരു 70,000 ബെഡ്റൂമുള്ള വലിയൊരു സംഭവം. അപ്പൊ നോക്കുമ്പോ അത് നെറ്റിലുണ്ട് ആ ചിത്രം. ഏതൊക്കെ മഹിദിന്റെ പേരിലൊക്കെ ഓരോരുത്തർ രംഗത്തിറങ്ങിയിട്ട് 460 പേജുള്ള വലിയൊരു പുസ്തകമൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്തോ ആവട്ടെ. എന്നാൽ അതൊന്നുമല്ല. മല ഐനും വല ഒതുരും സമയം 70,000 ബെഡ്റൂമാണ് ഏറ്റവും ചെറിയ വീട്. സ്വർഗത്തിന്റെ ആ മതിലിന്റെ 2 തൂണത്ര അറിയോ? സഹിയായ ഹദീസിൽ കാണാം 450 മൈൽ, 19 മൈലുണ്ട്. മൈൽ ഇഞ്ചിലീസി 1609 മീറ്റർ, മൈൽ ബഹരി അഥവാ നോട്ടിക്കൽ മൈൽ 1853, മൈൽ ഹാഷിമി 2227 മീറ്റർ. അങ്ങനെ കുറെ മൈലുകളുണ്ട്. അത് നമ്മുടെ പാർണ മൈലല്ല, ദൂരം, ഡിസ്റ്റൻസ് സംഭവം. അങ്ങനെ അപ്പൊ ഏകദേശം 800 കിലോമീറ്റർ ഉള്ള ഗേറ്റ്. ആ മതിലെത്ര ഉണ്ടാവും? അതാണ് സ്വർഗം. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പസ് താമന്നാനെ, അത് നിന്റെ അടുക്കൽ മാത്രമാ ഹന്നാനെ. അതുകൊണ്ട് സ്വർഗം വാങ്ങാൻ നമ്മുടെ സമ്പാദ്യം കുറച്ച് വിനിയോഗിക്കണം. ആ വിനിയോഗിക്കണമെങ്കിൽ പാരസ്പര്യ പൊരുത്തം വേണം. ഓ ഉമ്മമാരെ, ഭർത്താവ് ഹലാലിലൂടെ ചെലവഴിക്കുകയാണെങ്കിൽ അത് പിടിച്ചു വെക്കണ്ട. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ദീനിലേക്ക് വരുമ്പോ 1,60,000 ദീനാറുണ്ട്. ഒരു ദീനാർ എന്നാൽ 4.25 ഗ്രാം സ്വർണമാണ്. ആ കണക്കിന് നോക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ ദീനിനു വേണ്ടി എല്ലാം കൊടുത്തപ്പോ 40,000 ദീനാർ കൊടുത്തത് ആരോരുമല്ലാത്തവരെ മോചിപ്പിക്കാനാ. ബിലാലുൽ മുഅദ്ദിൻ തങ്ങൾ അതിൽ പെട്ടിട്ടുണ്ട്. 20 ആളുകളെ മോചിപ്പിക്കാനാണ്
40,000 ദീനാർ അവിടുന്ന് ചെലവഴിച്ചത് എങ്കിൽ ഒരാൾക്ക് 2,000 ദീനാറാണെങ്കിൽ 40,000 ദീനാറിന്റെ ഇന്നത്തെ വാല്യൂ ഏകദേശം സഹോദരാ ഏകദേശം 128 കോടിയോളം വരും. 128 കോടിയോളം രൂപ വരുന്ന ഗോൾഡാണ് അവിടുന്ന് ചെലവഴിച്ചതെങ്കിൽ എല്ലാം കൊടുത്ത അവസാനം മദീനയിലേക്ക് വന്ന് സുഫത്തിന്റെ അഹ്ലുകാർക്കും വിതരണം ചെയ്തപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, നമ്മുടെ മോള് ഗർഭിണിയല്ലേ, എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കണ്ടേ എന്ന നിലക്ക് എന്തെങ്കിലും ഒന്ന് തരും. 8 ദീനാറ് കൊടുത്തു. എന്നാലും 32 ഗ്രാം ബഹുമാനപ്പെട്ടവർ കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു കുഴപ്പമില്ലാത്തൊരു തുക, ഒരു 3 ലക്ഷം 4 ലക്ഷം റുപ്യന്റെ സ്വർണം കൊടുത്തു. അങ്ങനെ മദീനത്ത് അന്ന് പള്ളി ഉണ്ടായിട്ടില്ല. പള്ളിക്ക് സ്ഥലം വാങ്ങണം, അതിന് ചർച്ചയാണ്. നബി തങ്ങൾ ആരെടുത്തേക്ക് പിരിവിന് പോകുക എന്നുള്ള നിലക്ക്. അപ്പൊ പിരിവോളജി അന്നേ ഉണ്ട്. ഓരോ വിഷയങ്ങൾക്ക് ഇങ്ങനെ പിരിവിന് പോകുമല്ലോ, ആ സംഭവം അന്നേ ഉള്ള സംഭവമാണ്. അപ്പൊ അങ്ങനെ ഞാനാ ബാബു ഓതിയിട്ടില്ല, എനിക്ക് കഴിച്ചില്ല. മറ്റൊരു ചില ആൾക്കാർ ചിലർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും, ഇതൊന്നും തരൂല എന്ന് പറയുന്ന ആൾക്കാരാണോ നല്ലോണം പൈസ കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു സംഭവമാണ്. അപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന് എത്ര റുപ്യ വരാന്ന് വെച്ചാൽ 8 ദീനാറാണ് പറഞ്ഞത്. ഒരൊറ്റ ഓട്ട ഭാര്യന്റെ അടുക്കലേക്ക്. പിന്നെ ആ 8 ദീനാറ് തരുമോ? നമ്മളെ ചില ആൾക്കാരുണ്ട് 5ന്റെ പൈസ കൊടുക്കൂല ഭാര്യമാരെ കയ്യിൽ. ഓൽക്കും എന്തെല്ലാം ആവശ്യം ഉണ്ടാവും, ബാപ്പാർക്കും കൊടുക്കൂല. ബാപ്പാരൊക്കെ വരെ നോക്കി ഉണ്ടാക്കിയത് അന്നാലും കൊടുക്കൂല. ബാപ്പാക്ക് തിന്നാനും കുടിക്കാൻ അവിടെ അല്ലേ. ബാപ്പാക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടാവും, അത് കൊടുക്കണം. ആ 8 ദീനാറ് തരുമോ വെച്ചു തീർച്ചുകൊണ്ട്. ഇപ്പൊ ചില ആൾക്കാരില്ലേ, എന്റെ വള തരുമോ, വരുന്നല്ലോ വാങ്ങിത്തരാറി, ഒന്നും വാങ്ങി കൊടുക്കൂല. അത് വേറെ വിഷയം. അതങ്ങനെ പോയി. അപ്പൊ അങ്ങനെ ചിലത് സ്വർണ്ണം വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് 10 കൊല്ലം മുമ്പ് വാങ്ങിയവരൊക്കെ ഉണ്ടാവും. ഓരോട് ഇങ്ങനെ പനങ്ങിയ ചോദിക്കുന്നുണ്ടാവും, വാങ്ങിത്തരും മുതലാകോ. അന്ന് 10 പാവം 10 കൊല്ലം മുമ്പ് തന്ന ആ സംഭവം ഒന്ന് പോലും കൊടുക്കാൻ പുറപ്പെട്ടാൽ അന്ന് ചിലപ്പോ അതിന് 2.5 ലക്ഷം റുപ്യ കിട്ടിക്കണമെങ്കിൽ ഇന്ന് എത്ര റുപ്യ വാക്കേണ്ടി വരും അല്ലേ? എന്നാലും അതൊന്നും ഉൾക്കൊള്ളൂല, പെരും പറച്ചിലായിരിക്കും സംഭവങ്ങൾ. ആ 8 ദീനാറ് അപ്പൊ എനിക്കും കൂലിട്ട് വെച്ചു. കൂലിട്ടാതെ അത് ഇങ്ങനെ തരിക. എന്റെ നിലവഴിക്കുന്നത് അറിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ആ ഇന്റെ നിലവഴിക്കുന്നത് അറിയില്ലേ? അങ്ങനെയല്ല, ഇത് ബഹുമാനപ്പെട്ടവര് അത് എടുത്ത് കൊടുക്കുക. അപ്പൊ ഹൈറിലേക്ക് ചെലവഴിക്കുമ്പോ, ഒരു പാവത്തെ സഹായിക്കാൻ ചെലവഴിക്കുമ്പോ, അതല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് റോഡ് വെട്ടുമ്പോ വീതി കൂട്ടാൻ വേണ്ടി സഹായിക്കുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല. അതാണ് തവാഫുൽ മാലിയ എന്ന് പറയുന്നത്. ആ തവാഫുൽ ജസദിയ, ശാരീരികമായ ഫിറ്റ്നസ്, ആരോഗ്യം വളരെ പ്രധാനമാണ്. ഭാര്യ ഭർത്തൃ ജീവിതം സന്തോഷകരമാവണമെങ്കിൽ ശാരീരികമായ വൃത്തിയും ശാരീരികമായ ഫിറ്റ്നസും അത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് അതും കാത്തു സൂക്ഷിക്കുക എന്നത് ആഹാരശുദ്ധി, ആവാസശുദ്ധി, പരിസരശുദ്ധി, അങ്ങനെ 5 തരം ശുദ്ധി പറയുന്നുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂനു കന്നഹല, നീ ഒരു തേനീച്ചയെ പോലെയാവണം. നീ ഒരു കുടുംബത്തിൽ ജീവിക്കുകയാണോ, ഒരു തേനീച്ചയെ പോലെയാവണം. വഔഹാ റബ്ബുക ഇലൻ നഹ്ൽ, തേനീച്ചയിലേക്ക് അല്ലാഹു വഹി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ജീവിയാണ്. ഖുർആനിൽ 28 ജീവികളാണ്. ആ 28 ജീവികളിൽ ഒന്നാണ് തേനീച്ച. 28 ജീവിയല്ല, കുറെ ജീവിയുണ്ട്. മലക്ക്, അതും ജീവിയാണ്. ഇൻസാൻ, മനുഷ്യനും ജീവി തന്നെയാണ്, പക്ഷെ ഇതര ജീവിയാണ്. അതുകൊണ്ട് ഉദ്ദേശം സ്കൂളിലെ ടീച്ചർ കുട്ടീനോട് പ്രസവിക്കുന്ന 2 ജീവിന്റെ പേര് വരാൻ പറഞ്ഞപ്പോ സാരല ടീച്ചർ, സുജാത ടീച്ചർ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല. പിന്നെ അത് ഉത്തരം ആൻസർ ശരിയാണെങ്കിലും ചോദ്യം അതല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. എന്താണ്, മനുഷ്യർ ജീവി തന്നെയാണ്, പക്ഷെ ഇതര ജീവികൾ അത് ഖുർആനിൽ 28 ജീവികൾ പറയുന്നുണ്ട്. അതിൽ റബ്ബ് വഹി അറിയിക്കുന്നു എന്ന് പറഞ്ഞ് തേനീച്ചയാണ്. തേനീച്ച കുടുംബ ജീവിതത്തിൽ നല്ല മാതൃകയുള്ള ജീവിയാണ്. 10 സ്വഭാവം. ജാഹിൽ എന്ന് പറയുന്ന പഴയ കാലത്തെ ഒരു സാഹിത്യകാരൻ, മുഅ്തസിലി പണ്ഡിതനാണ്. അദ്ദേഹത്തിന് കിതാബുൽ ഹയവാൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബുൽ ഹയവാൻ എന്ന കിതാബില് അദ്ദേഹം പറയുന്നുണ്ട്, തേനീച്ചക്ക് 10 സ്വഭാവമുണ്ട്. 1, തേനീച്ചയുടെ പ്രത്യേകത അൽ മുഹാഫള, കൃത്യനിഷ്ഠ, സമയനിഷ്ഠ, ആത്മീയ നിഷ്ഠ, ആവാസനിഷ്ഠ, ആരോഗ്യനിഷ്ഠ. അങ്ങനെ ജീവിതത്തിൽ പല നിഷ്ഠകളുണ്ട്, ചിട്ടകളുണ്ട്. നല്ല ചിട്ടയുള്ള ജീവിയാണ് തേനീച്ച. കറക്റ്റിന് ഉണരും. സമയം വളരെ പ്രധാനമാണ്. നിസ്കാരം ടൈമിനാകുക. ഇവിടെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില പെണ്ണുങ്ങളൊക്കെ ളുഹർ നിസ്കരിക്കുക അസറിന്റെ മുമ്പാണ്. 3:40 അസറെങ്കിൽ 3:35 ളുഹർ കരിക്കുക. ഇവിടെ മമ്പറത്ത് പൈസ കരിക്കണമായിരിക്കും, അവിടെ തന്നെ കുത്തിരുന്നാണ്ട് അസർ വാങ്ങിക്കൊടുക്കുമ്പോൾ 8 അസർ നിസ്കാരം. ഒടുവില ഭക്തിൽ ളുഹറും ആദ്യ ഭക്തിൽ അസറും. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വഖത്തിന് നിസ്കരിക്കുക. ഒരു 2 റക്അത്ത് തഹജ്ജുദെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുക ഒരു ബർക്കത്താണ്.
സൂറത്തുൽ മുൽക്ക് ഓതാത്ത ഒരൊറ്റ ദിവസം ഉണ്ടാവരുത്. ഓതാൻ പറ്റുന്ന പോസിറ്റീവ് സാഹചര്യമുള്ള ഏത് സമയത്തും പെണ്ണുങ്ങളെ, ആണുങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ, എല്ലാ ദിവസവും അത് ഓതുന്നൊരു ശീലം നമ്മുടെ വീട്ടിലുണ്ടാകുക. വാഖിയ ഓതുന്നൊരു ശീലം ഉണ്ടാകുക. മാസത്തിൽ ഒരിക്കലെങ്കിലും അൽ ബഖറ ഓതുക. എന്നും അതെല്ലാം നന്നായിട്ട് നമ്മൾ ടൈം ഇട്ടി കൊള്ളുന്നില്ല. ഒരാള് നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു, പിന്നെ ആദ്യ രാത്രി ഞാനും അയാളും കൂടി ഇരിക്കുന്നുണ്ട്, നമ്മൾ അരിയൂർ സഖാഫി, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒരാൾ ചോദിച്ചു, ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ആദ്യ രാത്രി എന്താ ഓതണ്ട് ചോദിച്ചു. 137 അൽ ബഖറ. ഇയാൾ അപ്പോഴും കേട്ടത് ഓഫായി. പിന്നെ ഓതാൻ കുത്തിരുന്നപ്പോൾ അതിന്റെ ഗൗരവം ആലോചിക്കണം. ഓതിയിട്ടും കഴിയണില്ല. ചില ആൾക്കാരുണ്ടല്ലോ പുള്ളിയായി കാഫറിന് ഓതിയിട്ട് തീരുമാനമായില്ലാറില്ലേ. അങ്ങനെ ചിലപ്പോൾ എന്തായാലുണ്ട്. അങ്ങനെ കുറെ തമാശ പറഞ്ഞാണ്. പിന്നെ അങ്ങോട്ട് വിളിച്ചപ്പോ തല ഓതിയാൽ മതി, ഇന്നെ നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതേപോലെ എന്നും അൽ ബഖറ ഓതണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താവൂല, ചിലപ്പോൾ ടൈം ഇട്ടിക്കൊള്ളുന്നില്ല. ഓതുന്നവരുണ്ട്, അൽ കഹ്ഫ് എന്ന് ഓതുന്നവരുണ്ട്. എന്നാൽ മുൽക്ക് 3.5 മിനിറ്റ്, വാഖിയ 4.25 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, യാസീൻ, അങ്ങനെയുള്ള സൂറത്തുകൾ ഈ 24 മണിക്കൂറിൽ 1440 മിനിറ്റിന്റെ ഇടയിൽ പല ഘട്ടങ്ങളിലായി ഓതുന്ന ഒരു ശൈലി ഉണ്ടോ, അത് വളരെ റാഹത്തായിരിക്കും. അപ്പൊ ഒരു കൃത്യനിഷ്ഠ, ഓരോ കാര്യത്തിനും കറക്റ്റ് പ്ലാൻ, ആക്ഷൻ പ്ലാൻ. 24 മണിക്കൂറിൽ ചെയ്യേണ്ട 12 കാര്യങ്ങൾ അല്ലാമ അഫ്തഹസി ജീവിത ചിട്ടകൾ, അവിടുത്തെ ജീവിത ചിട്ടകൾ എന്ന പുസ്തകം എന്ന ഒരു കിതാബ്, അതിന്റെ ട്രാൻസ്ലേഷൻ കിട്ടും. ആ ജീവിത ചിട്ടകൾ എന്ന പുസ്തകം എന്ന കിതാബിൽ പറയുന്നത് കാണാം, 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട 12 കാര്യങ്ങളുണ്ട്. നമ്മളായിട്ട് എല്ലാം പറയണില്ല. 1, കുളിക്കുക. എന്നും കുളിക്കുക. ചില ആൾക്കാർ കുളിക്കണീന് വരെ അത്രയേക്കലാണ്. ചില ആൾക്കാർ ഡ്രസ്സ് മാറ്റും, പക്ഷെ ബനിയൻ മാറ്റൂല. അങ്ങനെ പല ആളുകളും പല രൂപത്തിലാണ്. എന്നും അത് രാവിലെ ആകുമ്പോൾ ഉമ്മു സലമ ബീവിയോട് പറഞ്ഞൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഉമ്മു സലമ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, അടുക്കളയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് കുളിക്കണേ. കിതാബുൽ മകാരിമിൽ കാണാം. കുളിച്ചുകൊണ്ട് പോകാം. മറ്റു മതത്തിന്റെ ആൾക്കാരൊക്കെ കൊണ്ടു ഒരു അടുക്കളയിലേക്ക് പോകുമ്പോ അവരങ്ങനെ ചെയ്യാറുണ്ട്. അത് നമ്മൾ സുന്നത്താണ്, ചെയ്യണത്. അവരും പുയാപ്പള നിക്കാഹി രാവിലെ ഏറ്റവും നല്ലത്, അവരുടെ മുഹൂർത്തം അങ്ങനെ രാവിലെ ഏറ്റവും നല്ലത്, അവരുടെ മുഹൂർത്തം അങ്ങനെ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഓരോ സംഭവങ്ങളും നിമിത്തശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ ഉണ്ട്. അപ്പൊ ഏത് സംഭവങ്ങൾക്കും ഒരു ചിട്ടുണ്ട്, സമയനിഷ്ഠ അതിൽ വളരെ പ്രധാനമാണ്. ആ 12 കാര്യങ്ങളിൽ ഒന്നാണ് കുളിക്കുക. രണ്ടാമത്, എണീക്കുമ്പോ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക. എന്നിട്ട് 3 ഹംദ് പറയാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. അതൊരു നല്ലൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ കാണാം. അപ്പൊ ജീവിത ചിട്ടകൾ അത് പറയുമ്പോൾ ഒരുപാട് പറയാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ സമയനിഷ്ഠ വളരെ പ്രധാനമാണ്. ദീനിയായത് വളരെ പ്രധാനമാണ്, ആത്മീയമായത് വളരെ പ്രധാനമാണ്. ആ രൂപത്തിൽ കൃത്യമായ ഒരു ചിട്ട ജീവിതം നയിക്കുന്നുണ്ടോ, ആ ജീവിതം നയിക്കുന്ന കുടുംബം അയ്യകൂന സൗജതുഹു മുവാഫിഖ, അതേ പരസ്പരം പൊരുത്തമുണ്ടാവുക എന്നത് കുടുംബ ജീവിതത്തിൽ പ്രധാനമായതാണ്. രണ്ടാമതായോ അയ്യകൂന ഔലാദുഹു അബ്റാറ നിഅമുല്ലില്ലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. യജമാനനായ റബ്ബ് തആല ഒരുപാട് നിഅമത്ത് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നിഅമത്ത് അത് മക്കള് നന്നായി തീരല. ഏറ്റവും വലിയ നിഅമത്ത് മക്കള് നന്നാവല. മക്കള് നന്നാവാൻ എന്താണ് ചെയ്യേണ്ടത്? തഖയ്യറുൽ അക്ഫാഅ നുതഫികും, നിങ്ങളുടെ സ്പെംസ്, നിങ്ങളുടെ ജനറ്റിക് സോഴ്സ്, അത് നിങ്ങൾ നിക്ഷേപിക്കാൻ സെലക്ട് ചെയ്യുന്ന പാത്രം അത് ശുദ്ധിയുള്ളതാവണം എന്ന് ഹബീബ് റസൂലുള്ളാഹി. പെണ്ണിട്ടാത്ത ആൾക്കാരോടാണ്. മക്കൾ കല്യാണം കഴിക്കാനുള്ളവരുണ്ടോ? നോക്കേണ്ടത് ഇണയുടെ ആത്മീയതയാണ്, സ്പിരിച്വാലിറ്റിയാണ്. അതാണ് നോക്കേണ്ടത്. നമ്മളെ മക്കളെയൊക്കെ നല്ല നിലക്ക് വളർത്തുക. സ്കൂളിലേക്ക് പോട്ടെ, ഡിഗ്രി പഠിച്ചോട്ടെ, പക്ഷേ അവിടെ നിസ്കാരം ഖളാ ആകുന്നുണ്ടോ, ആത്മീയതയ്ക്ക് കോട്ടം സംഭവിക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും സുബ്ഹാനല്ലാഹ് എന്തെല്ലാം കാണും, എന്തെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. നിക്കാഹ് ഉറപ്പിച്ച പെണ്ണ് ക്ലാസ്മേറ്റിനോട് കൂടെ ക്ലാസ് കട്ട് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോയി വരുമ്പോഴാണ് കുറച്ചു മുമ്പ് മലപ്പുറം ഇരുമ്പുഴിയിൽ
ആക്സിഡന്റ് ആയത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്കത് വരക്കാൻ തന്നെ ഒരു മടി വരാൻ കാരണം എന്താ? ഓരോ സംഭവം. നമ്മളെ മക്കളെ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. പിതാവിനെ വെട്ടിക്കൊന്നത് നമ്മുടെ നാട്ടിലാണ്. മാതാവിനെ കൊലപ്പെടുത്തിയത് നമ്മുടെ നാട്ടിലാണ്. മകൻ ക്യാഷ് ചോദിച്ചത് ശല്യമായതിന്റെ പേരിൽ 15 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത് പിന്നെ 50 ലക്ഷത്തിന്റെ കാറ് വേണോ എന്ന് വാശി പിടിച്ച് അങ്ങനെ ബാപ്പാനെ അച്ഛനെ തച്ചപ്പോഴാണ് ആ അച്ഛൻ ഇരുമ്പുപൊടി കൊണ്ട് തലക്കടിച്ച് ഈ അടുത്തൊരാൾ മരണപ്പെട്ടത് തിരുവനന്തപുരത്ത്. എന്തേ? ആ തുടക്കത്തിലേ ഉള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നതാണ്. അങ്ങനെ നിയന്ത്രിക്കണമെങ്കിൽ മാതൃകയുള്ള ഒരു ജീവിതം നമുക്ക് വേണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വിധിവിലക്കുകളെ മാനിക്കാൻ, നല്ല നിലയ്ക്ക് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്ക് എന്നിൽ മാതൃക വേണമെന്ന് ദുആയിരക്കാൻ പഠിപ്പിച്ചതാണ് ദീനുൽ ഇസ്ലാം, പഠിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കള് നന്നാവാൻ ആദ്യം ഈ കല്യാണം കഴിക്കുന്ന ആളുകൾ സെലക്ട് ചെയ്യുന്നത് ദീൻ നോക്കിയിട്ടാവണം എന്നതാണ്. ആ കല്യാണമൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ ആ കല്യാണം അതൊരു ആദരിക്കപ്പെടേണ്ട നല്ലൊരു സംഭവമാണ് എന്ന ചിന്ത മീസാഖൻ ഗലീദ. ആ ഒരു ബോധത്തോടെ നിക്കാഹ് കഴിഞ്ഞാൽ അതിനൊരു പവിത്രത ഉണ്ടാവും. പലപ്പോഴും ഇന്ന് ത്വലാഖ്, മാരേജ് കോൺട്രാക്ട് ക്യാൻസലേഷൻ ഇന്ന് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഭർത്താക്കന്മാർ അതിനുള്ള സംഭവം കൊടുക്കുന്നില്ല, എന്നിട്ട് ഫസ്ഖ് ചെയ്യേണ്ടി വരികയാണ്. ഫസ്ഖ് ആണെങ്കിൽ കോടതിയിൽ വാലിഡിറ്റി ഇല്ല. അപ്പോഴാണ് കോടതി ഒരു ഖുൽഅ പറയുന്നത്. ആ ഖുൽഅനാണെങ്കിലോ ശരീഅത്തിൽ പറഞ്ഞ ഖുൽഅ അല്ല. ഖുൽഅ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ കോടതിയുടെ ശൈലി മറ്റൊന്നാണ്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള കൊണ്ടാമണ്ടികൾ, പ്രശ്നങ്ങൾ ലോകത്തൊരുപാട് നടക്കുകയാണ്. അതൊന്നും ഇല്ലാതിരിക്കാൻ മാതൃകയുള്ള ജീവിതമായിരിക്കണം എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മക്കൾ നന്നാവണം. വലത് ചെവിയിൽ വാങ്കും, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുക. മധുരം കൊടുക്കുമ്പോൾ അലം നസ്റഹ് സൂറത്ത് ഓതി കൊടുക്കുക. മുലയൂട്ടുമ്പോൾ ഉമ്മമാരെ 4 സുന്നത്തുകൾ പാലിക്കപ്പെടാൻ പറയുന്നുണ്ട്. മറ്റൊരു ചില കിതാബുകളിൽ 5 സുന്നത്ത് പറയുന്നുണ്ട്. 1, ഇരുന്നു കൊണ്ടായിരിക്കുക എന്നതാണ്. കിടന്നുകൊണ്ട് കൊടുക്കരുത്. കിടന്നുകൊണ്ട് കുട്ടികൾക്ക് പാലൂട്ടുന്നത് പലപ്പോഴും കുട്ടികൾ തലച്ചോറ്റിലേക്ക് ഇത് സർക്കുലേറ്റ് ചെയ്ത് മരണം വരെ സംഭവിച്ചത് എന്റെ മഹലിൽ അതിനുള്ള അനുഭവം ഉണ്ട്. ഇരുന്നു കൊടുക്കണം. ഇത് കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ട് കടത്തി കൊടുക്കുക. എന്നിട്ട് ആദ്യം ഉറങ്ങാരാ ഉമ്മാരാ, കുട്ടികളെപ്പോഴും കളിക്കുന്നുണ്ടാവും അല്ലേ? ഇരുന്നു കൊടുക്കുക. വലത്തേത് കൊണ്ട് ആരംഭിക്കുക, ബിസ്മി കൊണ്ട് തുടങ്ങുക, ഹംദ് കൊണ്ട് അവസാനിപ്പിക്കുക, ഖിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടാവുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ആ നിലയ്ക്ക് കുട്ടി ഇങ്ങനെ വളരുമ്പോൾ അതൊരു സ്പിരിച്വാലിറ്റിയുള്ള, ആത്മീയതയുള്ള ഒരു കുട്ടിയായി മാറും. ഇമാം ഷാഫി തങ്ങളോട് ഒരിക്കൽ റബീഉൽ മുറാദി തങ്ങൾ അവിടുന്ന് ചോദിച്ചു, ബിമനിൽ തഹാദിഹിൽ മർത്തബ, വലിയ സ്ഥാനാണല്ലോ നിങ്ങൾക്കുള്ളത്, വലിയ മെമ്മറി പവർ ആണല്ലോ. ഇമാം ഷാഫിഈ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മാതാവ് വുളൂഓട് കൂടെയല്ലാതെ എന്നെ പാലൂട്ടിയിട്ടില്ല. എനിക്ക് വുളൂ എടുക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ നല്ല സൽവൃത്തയായ അപ്പുറത്തുള്ള ഒരാളാണ് എനിക്ക് പാലൂട്ടിയത്. അതെന്റെ റളാഇന്റെ ഭാഗത്തിലൂടെ, മുലയുടെ ഭാഗത്തിലൂടെയുള്ള എന്റെ ഉമ്മയാണെന്ന് പറയുമ്പോൾ ഷാഫി ഇമാം പറയും, എനിക്ക് 2 ഉമ്മയുണ്ട് എന്ന്. ഒന്ന് ആ ഉമ്മയായിരുന്നു. അഥവാ പീരിയഡ്സ് സമയത്ത് വുളൂ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ, വുളൂഓട് കൂടെയല്ലാതെ എന്റെ പ്രിയപ്പെട്ടവർ എന്നെ പാലൂട്ടിയിട്ടില്ല. അതാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം, ഈ ഒരു സ്ഥാനം ലഭിക്കാൻ കാരണം എന്ന് പറഞ്ഞത് കാണാം. ആ നിലക്ക് മക്കളെ വളർത്തി, അവരെ ആത്മീയത വളർത്തി, ദീനിയായ അറിവും പകർന്നു കൊടുത്ത് ആ മക്കളെ നല്ല രൂപത്തിലാക്കിയാൽ ഇമാം നബവി തങ്ങൾക്ക് ഉമ്മയുടെ പൊരുത്തമാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ, അവരൊക്കെ വലിയ മാതൃകയുള്ളവരാണ്. അതുകൊണ്ട് മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം. മക്കൾക്ക് ബാപ്പയിൽ നിന്ന് ഹക്കുകളുണ്ട്, അത് വാജിബും സുന്നത്തുമായി കിടപ്പുണ്ട്. നല്ല നിലക്ക് അവരെങ്ങനെ പഠിപ്പിച്ച് അവർക്ക് വേണ്ട ആൺകുട്ടിയാണോ നേരത്തെ 7ാമത്തെ വയസ്സാകുമ്പോഴേക്ക് പള്ളിയിലേക്കൊക്കെ കൂട്ടി കൊണ്ടുപോയി അവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച്, ബക്കറ്റ് വരുന്ന സമയത്ത് അവരെ കയ്യിൽ ക്യാഷ് കൊടുത്ത് അവരെ കൊണ്ട് ഇടിപ്പിച്ച്, അങ്ങനെ ഹൈറായ കാര്യങ്ങൾ ഇങ്ങനെ പരിശീലിപ്പിച്ച് ഇങ്ങനെ വരുമ്പോ ആ ഒരു റാഹത്ത് എപ്പോഴും ഉണ്ടാകും. ആ ഒരു സന്തോഷം ഏത് സമയത്തുണ്ടാവും. അങ്ങനെ മക്കള് നന്നായി തീരാൻ
വേണ്ട കാര്യങ്ങൾ ചെയ്യാം. എത്രയോ സംഭവങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടത്തുന്നില്ല. അതാണ് അയ്യക്കൂന ഔലാദുഹു അബ്റാറ. അങ്ങനെ മക്കള് നന്നായി കഴിഞ്ഞാൽ വലതും സാലിഹീൻ യദ്ഉ ലഹു, നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മെ പരിഗണിക്കുന്ന ഉമ്മ വരും, മക്കൾ വരും എന്നതാണ്. നിങ്ങൾക്കറിയില്ലേ, ഇമാമുനാ നവവി തങ്ങൾ 162 കിതാബ് ഉണ്ടാക്കിയ വ്യക്തിയാണ്. 45 വയസ്സ് ജീവിച്ചവരാണ്. 631 ജനിച്ചുകൊണ്ട് 676 വഫാത്തായ ഇമാം നവവി തങ്ങൾ നടക്കാൻ അവസാനം കഴിയാതിരുന്നിട്ടും ബാപ്പന്റെ ഖബറിന്റെ അടുക്കൽ, ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ പോയി ദുആ ഇരക്കാൻ സമയം കണ്ടെത്തിയത് എന്താ? വലതും സാലിഹുൻ യദ്ഉ ലഹു. നമ്മളും ഒരൊറ്റ ദിവസം ഉമ്മാക്കും ബാപ്പാക്കും ദ്വാരിക്കാത്ത ഒരു ദിവസം ഉമ്മമാരെ ഉണ്ടാവരുത്, സഹോദരന്മാരെ സഹോദരിമാരെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മാതാപിതാക്കളോടുള്ള കടപ്പാട് കുടുംബ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുക്കുക. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ ഒരാൾ കാല് നീട്ടിയിരിക്കുന്നു. നബി തങ്ങളെ മജ്‌ലിസിൽ ഒരാളും കാല് നീട്ടിയിരിക്കൂല. മെഹ്റാൻ എന്ന സഹാബി, മെഹ്റാൻ ബിൻ ഹാരിസ് എന്ന സഹാബിയാണ് 2 കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോ ആളുകളൊക്കെ എണീറ്റ് പോയപ്പോഴും ആ ഇരുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മാനപ്പുഴ കോയസ്താവ് വരുന്നുണ്ട്, ബക്കറ്റ് വിട്ട്. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. എന്താ പറയുക എന്നാ ആമീന്? അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. തണുപ്പുണ്ടോ? ഇല്ലല്ലോ അല്ലേ? കോൺട്രിബ്യൂഷൻ, സംഭാവന, നല്ലോണം പൈസ ഇടുക. ഖബർ കിടക്കണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്സാണ് വരി തങ്ങൾ സ്ഥാനം വാങ്ങി ഇങ്ങോട്ട് വരാം. വാങ്ങിയില്ലേ? ബിസ്മില്ലാ. ഓരോന്നിനും ഓരോ സംഗതികളുണ്ടല്ലോ. ബിസ്മില്ലാ. എല്ലാ സ്ഥലമായിരുന്നു വാങ്ങിക്കണം. മൈക്കുകാരെടുന്ന് വാങ്ങിക്കോളൂ, പിന്നെ എല്ലാവരും വാങ്ങണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പെണ്ണുങ്ങളെ വല്ല മോതിരം എന്തെങ്കിലും കൊണ്ടോ കത്തിലിട്ട് ഓടിട്ടോ. ആരും മരിച്ചോമ്പോൾ കൊണ്ടുപോകില്ല. മറ്റേ ജീവനെ പറ്റി പറഞ്ഞില്ലേ? ബിസ്മില്ലാ. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. വയസ്സാ കേട്ടോ. ആ മറ്റേ ബക്കറ്റ് കൊണ്ട് പോണ ആൾക്കാരിടൂല. ബിസ്മില്ലാ. എല്ലാവരും കൂടി ഇട്ടോ. ചില ബക്കറ്റ് ഇങ്ങനെ ഇടുമ്പോൾ തോന്നും റിസർവ് ബാങ്ക് 10 തൊട്ടേ അച്ചടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാകരുത്. പിന്നെ ഖബറിൽ തുണണ്ടാവും. ഈ ഇന്നത്തെ ദിവസം പൈസ ഇടുന്ന ആൾക്കാർ ഉമ്മാനി വാപ്പാനെയും കരുതി കൊടുത്ത ആൾക്കാരും അവർ മരണപ്പെട്ടു പോയ ആൾക്കാരനല്ലോ, വല്യപ്പ വല്യമ്മ ആരാണെങ്കിൽ അവരെ നെയ്യത്ത് വെച്ചിട്ട് ആണ് കൊടുക്കി. ഇന്നത്തെ രാവല്ലേ ഓലിക്കൽ സന്തോഷമാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ നെയ്യത്ത് വെച്ചു, നിങ്ങളൊക്കെ നെയ്യത്ത് വെച്ചു. അതൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഓലിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നല്ല കട്ടി കൊടുക്കേണ്ടി വരും. ബിസ്മില്ലാ. എല്ലാവരും അള്ളാഹ് പകരം തരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ ഫൽ ബുഖ്ലു ലിമാദാ, പിശുക്കിന് യാതൊരു പ്രസക്തിയില്ല എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സഹാബി 2 കാലും നീട്ടി ഇങ്ങനെ ഇരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളടുത്തേക്ക് പോയി. എടുത്തേക്ക് പോയപ്പോൾ എണീക്കാൻ പുറപ്പെടുന്നുണ്ട്, പക്ഷെ അയാൾക്ക് കഴിയുന്നില്ല. അപ്പൊ നോക്കുമ്പോ ഇയാളെ കാല് പൊള്ളി വെന്ത് തൊലിയൊക്കെ പോയി ഇങ്ങനെ 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 വളരെ വിഷമത്തിലാണ്. നബി തങ്ങൾ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയേ എനിക്കൊരു ഉമ്മ ഉണ്ട്, ആ ഉമ്മാക്ക് നടക്കാൻ കഴിയൂല, ശേഷിയില്ല. ആ ഉമ്മാക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് ജോലിക്ക് പോകല്. ഇന്ന് എനിക്ക് കുറച്ച് ദൂരം, ഹദീസിൽ കാണാം ഫർസഖൈനി, 2 ഫർസഖ്. ഇന്നൽ ബരീദ മിനൽ ഫറാസഖി അർബഉ വലിഫർസഖിൻ ഫതലാതു അംയാലിൻ ദഉ. ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ 3 മൈൽ അഥവാ ഹാഷിമി മൈൽ. 3 ഹാഷിമി മൈൽ എന്ന് പറഞ്ഞാൽ 2 ഫർസഖ് ആകുമ്പോൾ അപ്പോൾ 6 ഹാഷിമി മൈൽ. 6 × 2.227 13 കിലോമീറ്റർ, 12.5 കിലോമീറ്റർ അപ്പുറത്താണ് എനിക്ക് ജോലി. ഉമ്മാനെ എങ്ങനെ തനിച്ചാക്കും എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉമ്മാനെ ഞാനാണ് ചുമന്നു ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ഭാഗത്ത് കടത്തി ഞാൻ ജോലിയെല്ലാം ചെയ്ത് ഉമ്മാനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ ഉച്ചയായിട്ടുണ്ട്. എൻ്റെ കാലിലെ ചെരുപ്പ് പൊട്ടി. എന്നിട്ട് നബി തങ്ങളോട് പറയാ, വല്ലാഹി അള്ളാന്റെ റസൂലെ, ഞാൻ ചവിട്ടിയ കല്ല്, ആ ചവിട്ടിയ കല്ലിൽ ഒരു മാംസം വെച്ചാൽ അത് ശരിക്ക് വേവും. ഞാൻ ഈ അടുത്ത് മൊറോക്കോ പോയപ്പോ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ചുട്ട മാംസം കിട്ടി. മാംസം കല്ലിൽ വെച്ചിട്ട് ബീഫ് ചുട്ടത്
ഉപ്പോ മുളകോ കൊത്തമ്പാരി ഒന്നും തേക്കാതെ അങ്ങനെ ചുട്ട് അങ്ങനെ കഴിക്കാൻ എഴുതിയിരുന്നു. നല്ല ടേസ്റ്റാണ് സംഭവം, അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് അങ്ങനെ. അപ്പൊ കല്ലിൽ ചുട്ട മാംസം അതൊരു സംഭവമാണ്. ഈ സഹാബി പറയാം, ആ കല്ലിലൊരു മാംസം വെച്ചാല് വെന്ത് പോകും. അങ്ങനെയുള്ള കല്ലിൽ ഞാൻ ചവിട്ടി നബിയേ. ആ ചവിട്ടിക്കൊണ്ടാണ് 12.5 കിലോമീറ്ററുള്ള വീട്ടിലേക്ക് വന്നത്. അവിടുന്ന് പള്ളിയിലേക്ക് വന്നു. എല്ലാം ആ സമയത്ത് സഹിച്ചെങ്കിലും ഇവിടെ ഇരുന്ന് അല്പം കഴിയുമ്പോഴേക്ക് കാല് ഈ രൂപത്തിലായി. നബിയെ, എന്റെ ഉമ്മയെ ചുമന്നതിൽ എനിക്ക് പരിഭവം ഇല്ല, കാരണം അത് ഞാൻ ഹക്ക് വീട്ടേണ്ടതാണ്. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയേണ്ടതുണ്ട്. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ ഒരു മാതാവിനോടുള്ള കടപ്പാട് വീട്ടിയവനായി ഈ പാവപ്പെട്ടവനെ പരിഗണിക്കുമോ ഹബീബേ? എന്നെ പരിഗണിക്കുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, മോനെ പറയാനായിട്ടില്ല. ഉമ്മ നിന്നെ പ്രസവിച്ചിട്ടുണ്ട്, നീ ഉമ്മയെ പ്രസവിച്ചിട്ടില്ല. ഉമ്മ നിന്നെ ഗർഭം ചുമന്നിട്ടുണ്ട്, ഉമ്മയെ നീ ഗർഭം ചുമന്നിട്ടില്ല. ഉമ്മ നിന്നെ പാലൂട്ടിയിട്ടുണ്ട്, നിന്നിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ബാപ്പയിൽ ഇല്ലാത്ത 3 പ്രത്യേകത ഉമ്മയിലുണ്ട്. അതുകൊണ്ടാണ് 3 പ്രാവശ്യം ഉമ്മയ്ക്ക് ഗുണം ചെയ്യുന്നത് പറഞ്ഞത്. എന്നാൽ ബാപ്പയെ അവഗണിക്കാൻ പാടില്ല. ബാപ്പാന്റെ കണ്ണുനീര് കുടിപ്പിക്കുന്നവരുണ്ട്. പിതാക്കന്മാരെ പൊരുത്തമില്ലാതെ, മാതാവിന്റെ പൊരുത്തമില്ലാതെ, അള്ളാഹുവിന്റെ പൊരുത്തമില്ല. ഒരു ദിവസം ഒരു കാരന്, ഒരു വയസ്സായ ഒരാള് അള്ളാഹുവിന്റെ റസൂലിനോട് വന്നൊരു കംപ്ലൈന്റ്, ഒരു ചെറുപ്പക്കാരൻ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, ബാപ്പ പോക്കറ്റ് അടിച്ചാണ്. ടൈലറായിട്ടല്ല, ടൈലർ പോക്കറ്റ് അടിച്ചു പോയോ, പിന്നെ ഷർട്ടിന്റെ പോക്കറ്റ് തിന്നു. ഇതങ്ങനെയല്ല, പിന്നെ മകന്റെ കീശിന്ന് ബാപ്പ പൈസ എടുക്കുക. ആണുങ്ങൾ കേൾക്കാതൊരു കാര്യം പെണ്ണുങ്ങളോട് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഭർത്താക്കന്മാർ കായ് തരുന്നില്ലെങ്കിൽ കുറച്ചൊക്കെ ഓരോ കീസിന്ന് എടുക്കാം. മൊബൈലിന്റെ പാസ്വേഡ് അറിയെങ്കിൽ ഗൂഗിൾ പേ പതുക്കെ ചെയ്യാം. അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, എന്റെ ആവശ്യത്തിനുള്ള കായ് മൂപ്പര് തരുന്നില്ല, അത്യാവശ്യത്തിന് പൈസ ഒക്കെ ഉണ്ട്, തരുന്നില്ല പറഞ്ഞു. എടുക്കാൻ പറ്റുമോ ചോദിച്ചു. കുറച്ചൊക്കെ എടുത്തോണ്ട് പറഞ്ഞു. ഇനി അത് വയൽ പറഞ്ഞുകൂടെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ഒരു വയലിൽ ഒരാൾ പറഞ്ഞത് ദേഷ്യം പോയാ വാങ്ങിക്കൊടുത്താൽ മതിയായിരുന്നു. ഇവള് ചെവിന്റെ എടുത്തു പറ്റി ഒരൊറ്റ വാങ്ങാം, ഒറ്റ പൂസായിരുന്നു, മോൻ തന്നെ സൈപ്പാണ് പോയി. എന്തേന്ന് വെച്ചപ്പോൾ വാങ്ങിക്കൊടുത്താണ്. അപ്പൊ അങ്ങനെയല്ല, അത് കുറച്ച് വിട്ടുന്ന് വാങ്ങിക്കൊടുക്കണം, അപ്പൊ ശരിയാവും. ഓരോ സംഗതിക്കും ഓരോ ശൈലി, സമയം, പ്ലീസ് കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞില്ലേ, സംഭവങ്ങൾ ഓരോ സംഗതിക്കുണ്ട്. അപ്പോ ഈ യുവാവ് നബി തങ്ങളോട് വന്നിട്ട് പറയാണ്, വാപ്പ പൈസ എടുക്കുകയാണ് നബിയെ, ഇപ്പൊ പരിഹാരം കാണുന്നതാണ്. അപ്പൊ വാപ്പാനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ബാപ്പ ഒരു വടി കുത്തിപ്പിടിച്ച് 3 വടിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ വന്ന്, നബിയെ എന്തേ വിളിപ്പിച്ചു ചോദിച്ചു. ഇയാളെ അറിയോ ചോദിച്ചു. അതിന്റെ മകനാണ്, കംപ്ലൈന്റ് വന്നു ചോദിച്ചു. ആ നബിയെ, എനിക്ക് നല്ല പണിയും തൊഴിലും ഉണ്ടായിരുന്നു, ആ കാലത്ത് നല്ല വരുമാനം ഉണ്ടായിരുന്നു. ഇവന്റെ ചെറുപ്പത്തിൽ ശരിക്കും ഇവനെ നോക്കിയത് ഞാനാണ്, ഓന് വേണ്ടതൊക്കെ കൊടുത്തത് ഞാനാണ്, ഓനിപ്പോ ഈ വരുമാനം ഉണ്ടാക്കണ ജോലിയും കൊടുത്തത് ഞാനാണ്. ഇതൊക്കെ കൊടുത്തിട്ട് നിന്റെ വട്ടച്ചെലവിനും കായിരുന്നില്ലെങ്കിൽ ഞാൻ പൂക്കല്ലേ വേണ്ടത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവനോട്, അത് ചെറുക്കാം, അന്ത വമാലുക അബീക്, ഇജ്ജും അന്റെ മുതലും എന്റെ വാപ്പാന്റെയാണ്. മേലാലി കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു പറഞ്ഞു. സംഭവം എങ്ങനെയാണ്? നമുക്ക് 2 വിധത്തിലുള്ള അവയവങ്ങളാണ്. ഒന്ന് മെയിൽ സെൻട്രിക് ഓർഗാൻസ്, ഒന്ന് ഫീമെയിൽ സെൻട്രിക് ഓർഗാൻസ്. ഒന്ന് സ്ത്രൈണ കേന്ദ്രീകൃത അവയവങ്ങൾ, മറ്റൊന്ന് പുരുഷ കേന്ദ്രീകൃത അവയവങ്ങൾ. നമ്മുടെ ബോൺസ്, എല്ല്, 204 അസ്ഥി, 360 നാഡി, അതുപോലെ ഭൂമിയെ 2 പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ രക്തക്കുഴലുകൾ, അതുപോലെ 60 മൈലോളം വരുന്ന ഞാടി ഞരമ്പുകൾ, ഇതൊക്കെ ബാപ്പാന്റെ സംഭാവന. ഇറച്ചിയും എല്ലും സംഗതിയൊക്കെ നമ്മളെ, അതായത് അതിന്റെ പ്രൊഡക്ടിവിറ്റി സ്പേംസ് ബാപ്പായുടെ ബീജത്തുന്ന. നമ്മുടെ തലച്ചോറ്, നമ്മുടെ ഹൃദയം, നമ്മുടെ കിഡ്നി, നമ്മുടെ അതുപോലെയുള്ള ഔത്തറച്ചി പോലെയുള്ള ലിവർ, അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗാൻസ്, ഇത് മുഴുവനും ഉമ്മയുടെ അണ്ടത്തിൽ നിന്നാണ്. അപ്പൊ ഈ നിൽക്കുന്നത് ബാപ്പയും ഉമ്മയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വിഷയങ്ങളുമായും അവരോട് ഹക്കുണ്ട്.
ആ ഒരു തിരിച്ചറിവ് വേണം. അതാണ് മെഹ്റാൻ എന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവരോടുള്ള ബാധ്യത മറക്കണ്ട. ആ നിലക്കായിരിക്കണം. രണ്ടാമത്തത് അതാണ്. മൂന്നാമത് ജീവിതത്തിൽ നമ്മുടെ നെറ്റ്വർക്ക്, സോഷ്യൽ നെറ്റ്വർക്ക് വികസിക്കലാണ്. ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടാവലാണ്. ആ നല്ല ബന്ധങ്ങളിലൂടെ ഒരുപാട് ജീവിത വിജയം കൈവരിക്കാൻ കഴിയും. ഒരുപാട് സൗഹൃദങ്ങളിലൂടെ ഒരുപാട് ദുആകൾ ഉണ്ടാവാൻ കഴിയും. ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിന് അവിടുന്ന് പറഞ്ഞത്, ഒന്ന് താൻ കൺമറഞ്ഞാൽ ദുആയിരക്കുന്ന മക്കളാണ്. രണ്ട്, കൺമറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓർക്കുന്ന ഒരു സമൂഹമുണ്ടോ? തീർച്ചയായും അവര് ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഓ പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല സൗഹൃദങ്ങൾ വേണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും. ആരാണ് ഏറ്റവും നല്ലവര്? നല്ല സൗഹൃദ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് നല്ല കോണ്ടാക്റ്റുകൾ ഉണ്ടാവട്ടെ. നാലാമതായി പറഞ്ഞത് വയകൂന റിസ്ഖു ഫീ ബലദിഹി. നാട്ടിൽ തന്നെ ഇൻകം ഉണ്ടാവാനുള്ള, വരുമാനം ഉണ്ടാവാനുള്ള മാർഗങ്ങളാണ്, ഹലാലായ സ്രോതസ്സാണ്. പൊരുത്തത്തിലൂടെ ചെലവഴിക്കലാണ്, പൊരുത്തത്തിലൂടെ സമ്പാദിക്കലാണ് ജീവിതം സന്തോഷകരമാവാനുള്ള മാർഗം.